കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസവും കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ സ്ഥാപക നേതാവുമാണ് കരിങ്ങോഴയ്ക്കൽ മാണി അഥവാ കെ.എം. മാണി. 1965 മുതൽ 54 വർഷത്തോളം പാലാ മണ്ഡലത്തെ മാത്രം പ്രതിനിധീകരിച്ച് അദ്ദേഹം നിയമസഭയിലെത്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി തുടങ്ങിയ അപൂർവ റെക്കോർഡുകളും മാണിസാറിന് സ്വന്തമാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കപ്പുറം മാണിസാറിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദർശനമാണ് അധ്വാനവർദ്ധ സിദ്ധാന്തം. അദ്ദേഹത്തിന്റെ ഈ വേറിട്ട സിദ്ധാന്തത്തെക്കുറിച്ച് മാണിസാറിന്റെ സന്തത സഹചാരിയും ചരിത്ര ഗവേഷകനുമായ ശ്രീ പയസ് കുര്യൻ സംസാരിക്കുന്നു. അധ്വാനവർഗ സിദ്ധാന്തത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ പൊതുവിൽ ഒരു ധാരണയുണ്ട്, അത് കർഷകരെ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണെന്ന്. വാസ്തവത്തിൽ അങ്ങനല്ല. അത് ആ സിദ്ധാന്തത്തെ അടുത്തറിയാത്തത് കൊണ്ട് തോന്നുന്ന ഒരു ധാരണയാണ്. അതിന് എന്നും പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പഴയ ഒരു സങ്കല്പം, പരമ്പരാഗതമായൊരു സങ്കല്പം തൊഴിലാളി മുതലാളി സങ്കല്പമാണ്. അതിൽ നിന്ന് മാറി അധ്വാനത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുന്ന ഒരു ദർശനമാണ് അധ്വാനവർഗ സിദ്ധാന്തം. വരുന്ന കാലത്ത് അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെയും ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ, അത് ഇന്ന മേഖലയിൽ നിന്നില്ല, കൃഷിയിൽ അല്ലെങ്കിൽ വ്യവസായത്തിൽ അല്ലെങ്കിൽ IT മേഖല ഉൾപ്പെടെയുള്ള പുതിയ പുതിയ സംരംഭങ്ങളിലൊക്കെയും ഇതിന് പ്രസക്തിയുണ്ട്. കാരണം ഈ പരമ്പരാഗത രീതിയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം നടത്തിയതിന് ശേഷം മുതലാളിയായി ഒരാൾ ഇരിക്കുകയും തൊഴിലാളികളായി കുറേ പേരെ പണിയെടുപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സംരംഭകത്വമല്ല ഇന്നുള്ളത്. മറിച്ച് ഏത് മേഖലയിലും, കൃഷിയായാലും IT ആയാലും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസമായാലും ഏത് മേഖലയിലും പുതിയ സങ്കല്പത്തിൽ ആശയതലത്തിലാണ് പ്രയത്നം തുടങ്ങുന്നത്. അതിൻ്റെ ആരംഭഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ ഇതിൽ മുന്നിട്ടിറങ്ങുന്ന ആ വ്യക്തി മാത്രമായിരിക്കും അതിന് അധ്വാനിക്കാനുണ്ടാകുക. അയാളുടെ ചിന്ത, അയാളുടെ ആശയം അതിനെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്നത് അയാളുടെ വീട്ടിലിരുന്നായിരിക്കും, ഒരു ഗുഡിസുമുറിയിലിരുന്നിട്ടായിരിക്കും. അപ്പോൾ അയാളുടെ ഒപ്പം ആരും കാണില്ല. അയാളുടെ മാത്രം അധ്വാനമാണ്, അയാളുടെ മാത്രം മനോവ്യാപാരമാണത്. വീണ്ടും അത് വളർന്നു വരുമ്പോഴാണ് അതൊരു സംരംഭം ആയി വളർന്നു വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ ഒരു സംരംഭകൻ എന്ന് പറയുന്നത് അയാളുടെ പ്രതിഭയെ അയാളുടെ അധ്വാനം കൊണ്ട് വളർത്തിയെടുക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ അധ്വാനിക്കുന്നവനാണ് ഈ നവസംരംഭകൻ. അത് മേഖല ഏതുമായിക്കൊള്ളട്ടെ. ഓരോ കാലത്തും അവരുടെ മേഖലകൾക്ക് രൂപമാറ്റം സംഭവിക്കും എന്നുള്ളതിനപ്പുറത്ത് അധ്വാനിക്കുന്നവൻ എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. ആ അധ്വാനിക്കുന്നവൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുകയും അവനും ആവശ്യങ്ങളും പരിമിതികളും ഉണ്ടെന്ന് തിരിച്ചറിയുകയും സമൂഹത്തിൽ അവനും ചില നിലപാടുകൾ, അവകാശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പരമ്പരാഗതമായ തൊഴിലാളി മുതലാളി നിർവചനങ്ങൾക്കപ്പുറത്തേക്ക് പോയി എല്ലാ കാലത്തെയും അധ്വാനിക്കുന്നവൻ, ആ അധ്വാനിക്കുന്നവനെ പരിഗണിക്കുന്ന ഒരു ദർശനമാണ് അധ്വാനവർഗ സിദ്ധാന്തം. ഇത് സ്റ്റാർട്ടപ്പുകളുടെ കാലമാണ്. എല്ലാ മേഖലയിലും സ്റ്റാർട്ടപ്പുകൾ ഇന്ന് ഗ്ലാമറിൽ നിരന്നു നിൽക്കുകയാണ്. ഓരോ ദിവസവും 100 തരത്തിലുള്ള 100 വിധത്തിലുള്ള സ്റ്റാർട്ടപ്പുകളുടെ ജന്മവും അല്ലെങ്കിൽ ഉദയവും അതിൻ്റെ വളർച്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ അധ്വാനവർഗ സിദ്ധാന്തം വളരെ പ്രസക്തമാണ്. കാരണം ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുന്നത് ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല. ആദ്യം അതിന് നേതൃത്വം കൊടുക്കുന്ന ആളിൻ്റെ മനസ്സിലുദിക്കുന്ന, തലച്ചോറിലുദിക്കുന്ന ഒരാശയം, ആ ആശയത്തിൻ്റെ സാധ്യതകളെപ്പറ്റി അയാൾ തലപുകഞ്ഞ് ആലോചിച്ച് അതിന് മനസ്സിൽ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ തന്നെ ഒരു രൂപം കൊടുക്കുകയാണ്. അങ്ങനെ മാനസികമായ ഒരു അധ്വാനത്തിലൂടെ തൻ്റെ ഭാവനയെ, തൻ്റെ സ്വപ്നത്തെ, തൻ്റെ ആശയത്തെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്ന രീതിയിലേക്ക് അത് രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അധ്വാനമാണ്. അപ്പോൾ ഈ അധ്വാനമാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ IT മേഖലയിൽ മാത്രമല്ല, കാർഷിക മേഖലയിലുണ്ട്, അല്ലെങ്കിൽ വ്യാവസായിക നമ്മൾ പറയുന്ന ടെക്നോളജിയുടെ രംഗത്തുണ്ട്, എല്ലാ മേഖലയിലും, അല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിലുണ്ട്, എന്തിന് കച്ചവട മേഖലയിൽ പോലും നമുക്ക് കാണാൻ പറ്റും. പണ്ട് കാലത്ത് വീട്ടിൽ പലചരക്ക് സാധനം കൊണ്ടുവന്നു തരുന്ന ഒരു സംരംഭകനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല. കടയിൽ വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ സാധനം എത്തിക്കുന്ന ഒരു സംഭവത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ഫോൺ ഉപയോഗിച്ച് ഒരു ഓർഡർ കൊടുത്താൽ
അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല, ഊബർ ടാക്സിയെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇതെല്ലാം സാമ്പത്തികമായ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനപ്പുറത്ത് ആശയങ്ങളുടെ മൂലധനം ഉപയോഗിച്ചാണ് ഈ സംരംഭങ്ങളൊക്കെയും നടക്കുക. ഊബർ ടാക്സി അതിൻ്റെ മുതലാളിയെ സംബന്ധിച്ച് ഒരു വാഹനം പോലും സ്വന്തമായിട്ടുള്ളയാളല്ല, അല്ലെങ്കിൽ നിശ്ചിതമായ ഒരു കോർപ്പറേറ്റ് ഓഫീസ് അയാൾക്കുണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആളുകൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടോ വലിയ ഓഫീസുകൾ, എൻ്റെ പാഴ്സൽ ഓഫീസുകൾ ഉണ്ടാവാം, അതിനപ്പുറത്തേക്ക് വലിയ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല വലിയൊരു ബിൽഡിങ്ങും അല്ലെങ്കിൽ വലിയൊരു ഭൂപ്രദേശവും ഉണ്ടാക്കിയിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ സംരംഭങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇന്ന് മാറിയിരിക്കുന്നു. ഇന്ന് വെർച്വൽ ലോകത്തിന് വലിയ പ്രസക്തിയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയും അധ്വാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്നത്, ആശയവും അധ്വാനവും. അതാ ഞാൻ പറഞ്ഞത്, ആശയം മൂലധനമാണ്, അധ്വാനം അതിൻ്റെ നിക്ഷേപവുമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അധ്വാനം എവിടെയുണ്ടോ അവിടെയൊക്കെ അധ്വാന വർഗ സിദ്ധാന്തം പ്രസക്തമാണ്. അപ്പോൾ ഇന്നലെ എന്നതുപോലെ ഇന്നും നാളെയും അധ്വാനമുണ്ട്, അവിടെയൊക്കെ അധ്വാന വർഗ സിദ്ധാന്തത്തിനും പ്രസക്തിയുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നാളെ ഇന്നത്തെ സ്റ്റാർട്ടപ്പുകളുടെ രീതി ആയിരിക്കില്ല ഭാവിയിൽ വരിക. 10 വർഷം മുൻപ് നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റും നടമാടുമ്പോൾ 10 വർഷത്തിനപ്പുറം പുതിയ പുതിയ സംരംഭങ്ങൾ പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നു. അങ്ങനെ കടന്നു ചെല്ലുമ്പോഴും എവിടെയും ഒരു അധ്വാനമുണ്ട്. നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയുന്നത് പോലെ അധ്വാനിക്കാതെ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഏതു നേട്ടത്തിൻ്റെ പിന്നിലും ഒരു അധ്വാനമുണ്ട്. അധ്വാനം എവിടെയുണ്ടോ അവിടെയൊക്കെ അധ്വാന വർഗ സിദ്ധാന്തത്തിന് പ്രസക്തിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അധ്വാന വർഗ സിദ്ധാന്തം സാർവകാലികമാണ്, സാർവലൗകികമാണ് എന്ന് പറയുന്നതിൽ യാതൊന്നും സംശയിക്കേണ്ടതില്ല. മരങ്ങാട്ടുപള്ളിയെക്കുറിച്ച് അല്ലെങ്കിൽ മീനച്ചിൽ താലൂക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നാട് ജന്മം കൊടുത്ത പ്രതിഭാശാലികൾ ഒട്ടേറെ പേരുണ്ട്. പക്ഷെ അവരിൽ ഏറ്റവും ജനകീയനായ, എല്ലാ ആളുകളും ഒരുപോലെ അടുത്തറിയുന്ന ഒരു വ്യക്തിത്വമാണ് യശശരീരനായ KM മാണി സാർ. ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ചെറിയ ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ 1933 ജനിക്കുന്നത്. അപ്പോൾ ഒരു ഇടത്തരം കർഷകന്റെ അവസ്ഥ എന്താണ് എന്ന് ബാല്യകാലം തൊട്ടേ നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ച് വളർന്ന ഒരാളാണ് അദ്ദേഹം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും അല്ലെങ്കിൽ എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിന് മാറ്റമില്ല. എല്ലാവരാലും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് കർഷകർ. എങ്കിലും ആരുടെ മുൻപിലും ആനുകൂല്യത്തിന് വേണ്ടി കൈനീട്ടാതെ അഭിമാനബോധത്തോടെ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ജീവിതം കരിപ്പിടിപ്പിക്കുന്ന ആളുകളാണ് കർഷകർ. ഈ കർഷകൻ്റെ നൊമ്പരങ്ങളും ഈ കർഷകൻ്റെ അഭിമാനബോധവും ഈ കർഷകൻ്റെ അവകാശബോധത്തെക്കുറിച്ചൊക്കെ വേറൊരാൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ ജീവിതത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്. അന്നത്തെ ചുറ്റുപാടിൽ ഏറ്റവും അടുത്തുണ്ടായിരുന്ന മരങ്ങാട്ടുപള്ളി LP സ്കൂളിലും കടപ്ലാമറ്റം സെൻറ് തോമസ് LP സ്കൂളിലും കടപ്ലാമറ്റത്തെ സെൻറ് ആന്റണീസ് ഹൈസ്കൂളിലും കുറവലങ്ങാട്ടെ സെൻറ് മേരീസ് ഹൈസ്കൂളിലും പാല സെൻറ് തോമസ് ഹൈസ്കൂളിലൊക്കെയാണ് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് തേവരയിലും മദ്രാസിലും ഒക്കെ ആയിട്ട് അദ്ദേഹം BA BL ബിരുദങ്ങളും നേടുന്നു, തൃശ്ശനാപ്പള്ളിയിലുമൊക്കെ ആയിട്ട്. വീണ്ടും അദ്ദേഹം കോഴിക്കോട്ടാണ് ആദ്യമായിട്ട് വക്കീൽ ജോലി ആരംഭിക്കുന്നു, പ്രാക്ടീസ് ആരംഭിക്കുന്നു. അപ്പോഴും മലബാറിലെ കുടിയേറ്റ മേഖലയിൽ ഉണ്ടായിരുന്ന കുടുംബത്തിനുണ്ടായിരുന്ന കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പിന്നീട് പാലായിൽ വരുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിലും വക്കീൽ ജോലിയിലും സമൃദ്ധമായിരിക്കുമ്പോഴും ജീവിതത്തിൽ അദ്ദേഹം മന്ത്രിയും മറ്റു പദവികളൊക്കെ വഹിക്കുമ്പോഴും വളരെ അടുത്ത് നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാകും അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു മീനച്ചിൽ താലൂക്കിലെ ഒരു സാധാരണ കർഷകന്റെ മനസ്സായിരുന്നു. കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ കർഷക മനസ്സ് അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല. ഈ കർഷക മനസ്സാണ് അദ്ദേഹത്തെ അധ്വാന വർഗ സിദ്ധാന്തം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത്. ഒരുപക്ഷെ കേരളത്തിൽ വേറൊരു പ്രദേശത്തായിരുന്നു,
വേറൊരു സാഹചര്യത്തിലായിരുന്നു ഇദ്ദേഹം ജനിച്ചിരുന്നതെങ്കിൽ അധ്വാനവർഗ സിദ്ധാന്തം രൂപം കൊള്ളുമായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന, പരിഗണിക്കപ്പെടാതെ പോകുന്ന എല്ലാ സമൂഹങ്ങളെയും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അദ്ദേഹത്തെ അടുത്തറിയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ അടുത്തറിയുമ്പോഴാണ് ആ വ്യക്തിയുടെ, ആ നേതാവിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങളുടെ അല്ലെങ്കിൽ സാമ്പത്തിക കാഴ്ചപ്പാടുകളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ ഈ അസംഘടിതരായ സാധാരണക്കാരായ ആളുകൾ, തനിക്ക് ചുറ്റും ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, അവർ തൊഴിലാളിയെന്നോ അവർ സ്വന്തമായി പണിയെടുക്കുന്നവരോ ഒന്നോ വ്യത്യാസമൊന്നുമില്ല. ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാരാണ്, അവരെയാണ് അദ്ദേഹം കണ്ടത്. അവരിൽ പണിയെടുക്കുന്ന തൊഴിലാളിയുമുണ്ട്, പണി ചെയ്യുന്ന കർഷകനുമുണ്ട്, പണിയെടുക്കുന്ന കച്ചവടക്കാരനുണ്ട്, ജീവിക്കാൻ വേണ്ടി മറ്റ് തൊഴിലുകൾ ചെയ്യുന്ന എല്ലാ വിഭാഗവും ആളുകളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, കർഷകനും കർഷക തൊഴിലാളിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അവർ പരസ്പര പൂരകമായി നിൽക്കേണ്ടവരാണ്, അവർ സൗഹാർദ്ദത്തിൽ നിൽക്കേണ്ടവരാണ്, അവർ വർഗശത്രുക്കളല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. കാരണം തൻ്റെ ചുറ്റുപാടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറമ്പിൽ പണിയെടുക്കുന്ന, കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളിയോടൊപ്പം ആ കൃഷിക്കാരനും, മുതലാളി എന്ന് സാധാരണ രീതിയിൽ പറയുന്ന ആ കൃഷിക്കാരനും ഒപ്പം തൊഴിലാളിയോടൊപ്പം നിന്ന് പണിയെടുക്കുന്ന ഒരു പാരമ്പര്യം, ഒരു രീതി കണ്ടും കേട്ടും വളർന്നയാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൊഴിലാളി എന്ന നിലയിൽ, അല്ലെങ്കിൽ പണിയെടുപ്പിക്കുന്നവൻ എന്ന നിലയിൽ കർഷകനെയും തൊഴിലാളിയെയും രണ്ടു പക്ഷത്ത് നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല. അവർ സൗഹാർദ്ദത്തോടെ ഒരു നാണയത്തിൻ്റെ രണ്ടു വശമായി പോകേണ്ടവരെന്ന് അദ്ദേഹം സിദ്ധാന്തിച്ച് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന്, തൻ്റെ ബോധ്യത്തിൽ നിന്നാണ്. ഈ ബോധ്യമാണ് അദ്ദേഹത്തെ അധ്വാനവർഗ സിദ്ധാന്തത്തിലേക്ക് നയിച്ചത്. 1965 കാലത്താണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും കേരള കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. അതിന് രാഷ്ട്രീയമായ മറ്റു മാനങ്ങളിലേക്ക്, അതിൻ്റെ പ്രായോഗിക രാഷ്ട്രീയം എന്തുമാവട്ടെ, അതിലേക്കല്ല നമ്മുടെ വിഷയമുണ്ട്. പക്ഷേ ആ തുടക്കത്തിൽ ചില പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വേർപെട്ടു പോയ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കിയത് അതിൻ്റെ നേതാക്കന്മാരെല്ലാവരും തന്നെ കാർഷിക പശ്ചാത്തലത്തിൽ വളർന്നവരായിരുന്നു, കർഷകരെ അറിയുന്നവരായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കർഷകർക്ക് വേണ്ടി നമ്മുടെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ശബ്ദമുയർത്തിയത് കേരള കോൺഗ്രസ് നേതാക്കന്മാരായത്. അവരിൽ മുൻപന്തിയിലായിരുന്നു മാണി സാർ. അതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോ കോൺഗ്രസ് പ്രസ്ഥാനമോ ഒന്നും കർഷകരെ തങ്ങളുടെ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗമായിട്ട് കരുതിയിരുന്നില്ല എന്നുള്ളത് സത്യം. ഇവിടെ കർഷകർ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അധ്വാനവർഗ സിദ്ധാന്തത്തിലൂടെ. അതോടെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുദ്രാവാക്യങ്ങളിൽ അധ്വാനിക്കുന്ന തൊഴിലാളിയും കർഷകനും എന്ന്, തൊഴിലാളി വർഗവും അധ്വാനിക്കുന്ന കർഷകനും എന്ന് സംബോധന ചെയ്യാൻ തുടങ്ങിയത്, ഇടയാക്കിയത് മാണി സാറിൻ്റെ രാഷ്ട്രീയ ഇടപെടലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് കർഷകർക്ക് വേണ്ടി അദ്ദേഹത്തിന് കർഷകരുടെ അവകാശങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നതിനും അതിന് അംഗീകാരം നേടിയെടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അധ്വാനവർഗ സിദ്ധാന്തമാണ്. അതിലൂടെയാണ് കർഷകർ, രാജ്യത്തെ അന്നമൂട്ടുന്ന കർഷകർക്ക് അവശതകളുണ്ട്, അവരെ സഹായിക്കേണ്ട ബാധ്യത, അവരെ പരിഗണിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനും രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ടെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. കർഷകർക്കും അവകാശങ്ങളുണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം മന്ത്രിയായ ആദ്യ അവസരത്തിലാണ് പ്ലാന്റേഷൻ ടാക്സ് പോലുള്ള ഒരു കിരാത നിയമം ഇല്ലാതാക്കിയത്. പ്ലാന്റേഷൻ ടാക്സിൻ്റെ പ്രത്യേകത പറയുമ്പോൾ, നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്തിട്ടുള്ള, നട്ടുപിടിപ്പിച്ചിട്ടുള്ള തെങ്ങും കമുകും റബ്ബറും പോലെയുള്ള മരങ്ങളുണ്ടല്ലോ, ഫലവൃക്ഷങ്ങളുണ്ടല്ലോ, ഇത് എണ്ണിയിട്ട് അതിന് ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരു ടാക്സ് ആയിരുന്നു പ്ലാന്റേഷൻ ടാക്സ്. അപ്പോൾ നമ്മൾ പറമ്പിൽ പണിയെടുത്താൽ, ഒരു തെങ്ങ് വെച്ചാൽ നമ്മൾ ടാക്സ് കൊടുക്കണം, കമുക് വെച്ചാൽ ടാക്സ് കൊടുക്കണം എന്നുള്ള സ്ഥിതി. എത്രമാത്രം കിരാതമായിരുന്നു ആ നിയമം. അദ്ദേഹം അധികാരത്തിലെത്തി ആദ്യ അവസരത്തിൽ തന്നെ ആ ടാക്സ് ഇല്ലാതാക്കി. അപ്പോൾ ഇതുപോലെയുള്ള കർഷക ദ്രോഹ നടപടികൾക്ക് എതിരെ ശബ്ദമുയർത്താൻ കഴിഞ്ഞു എന്നതോടൊപ്പം തന്നെ ഈ കർഷകരുടെ അസ്തിത്വം ഉയർത്തിക്കാട്ടാൻ അധ്വാനവർഗ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു. അധ്വാനവർഗ സിദ്ധാന്തത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, അടിസ്ഥാന ജീവിത സൗകര്യ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ കഴിയാതെ പോയിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ, അവർ കർഷകരുണ്ട്, തൊഴിലാളികളുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ട്, ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരുണ്ട്, പണിയെടുക്കാൻ സന്നദ്ധരായിട്ടും പണി കിട്ടാത്ത
തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ വരെ അധ്വാന വർഗത്തിൽ പെടുന്നു, ഈ വർഗത്തിൽ പെടുന്നു അദ്ദേഹം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അധ്വാന വർഗ സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. IT മേഖലയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ന്യൂജൻ സംരംഭകരെ വരെ അദ്ദേഹം ആ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. അപ്പോൾ ഈ സ്വന്തമായി പണിയെടുക്കുന്നയാൾ, അപ്പോൾ അവരും അധ്വാനിക്കുന്നവരാണ്. മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കളക്ടറോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവനും തൊഴിലാളിക്ക് കിട്ടേണ്ട എല്ലാ പരിഗണനയ്ക്കും ആനുകൂല്യത്തിനും അർഹതയുണ്ടോ? എന്നാൽ നമ്മൾ നമ്മുടെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ വേറൊരാളെ തൊഴിലാളിയായി നമ്മുടെ കീഴിൽ പണിയെടുപ്പിച്ചത് കൊണ്ട് ആ ആളിനെ മുതലാളിയുടെ പക്ഷത്ത് ചേർത്ത് നിർത്തി അങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ചായക്കട നടത്തുന്ന ഒരാൾ, അയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചായക്കടയിൽ പണിയെടുക്കുക, അയാളെ സഹായിക്കാൻ വേണ്ടി ഒരാൾ കൂലിക്കാരനെ വെച്ചാൽ ആ ചായക്കട നടത്തുന്നവൻ മുതലാളിയാകുമോ? ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ആ തൊഴിലാളിയെ പോലെ തന്നെ മുഴുവൻ സമയം പണിയെടുക്കുന്നവനാണ്. അപ്പോൾ ഈ പണിയെടുക്കുന്നവൻ കൂലിക്ക് വേണ്ടി അല്ലാതെ സ്വന്തമായി പണിയെടുക്കുന്നവനും അധ്വാനിക്കുന്നവനാണ്, തൊഴിലാളിയെ പോലെ തന്നെ. അപ്പം തൊഴിലാളി എന്ന് പറയുന്ന സംജ്ഞയിൽ ഈ പറയുന്ന അധ്വാനിക്കുന്നവൻ വരില്ല. അതുകൊണ്ട് പണിയെടുക്കുന്ന, തൊഴിൽ ചെയ്യുന്ന, അധ്വാനിക്കുന്ന എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അധ്വാന വർഗം എന്ന സംജ്ഞ ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ ഈ അധ്വാന വർഗത്തിൽ ഒട്ടേറെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. അടിസ്ഥാന ജീവിത സൗകര്യം സിദ്ധിക്കാത്ത മുഴുവൻ ആളുകളും, സമൂഹത്തിലെ മുഴുവൻ ആളുകളും അധ്വാന വർഗത്തിൽ പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഇത് പറയുമ്പോൾ ഇതിന് രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. അതിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹം ജനകീയ സോഷ്യലിസത്തെ പറ്റി പറയുന്നത്. ജനാധിപത്യമില്ലാത്ത സോഷ്യലിസം ഏകാധിപത്യത്തിനും, സോഷ്യലിസം ഇല്ലാത്ത ജനാധിപത്യം ദുഷ്പ്രഭുത്വത്തിനും വഴിതെളിക്കും. അതുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾക്കും സോഷ്യലിസ്റ്റ് താല്പര്യങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്ന ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിക്ക് വേണ്ടിയാണ് തൻ്റെ പാർട്ടി നിലകൊള്ളുന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഒരേ സമയം ഒരു രാഷ്ട്രീയ സംവിധാനം, സാമ്പത്തികമായ വിതരണം, ഇതിനൊക്കെയും ഈ ദർശനം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം ജനാധിപത്യം ഒരു രാഷ്ട്രീയ സംവിധാനമാണ്, അല്ലെങ്കിൽ സോഷ്യലിസം അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അതേസമയം തന്നെ സാമ്പത്തിക വിതരണ സ്വഭാവമുണ്ട്. ജനാധിപത്യത്തിൽ നമുക്കറിയാം സ്വന്തമായി മുതൽ മുടക്കുന്നതിന്, ലാഭം കൊയ്യുന്നതിനുള്ള അവസരം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് അതിനൊരു ക്യാപിറ്റലിസ്റ്റ് സ്വഭാവമുണ്ട്. സോഷ്യലിസത്തിൽ മുതൽ മുടക്കുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്, സർക്കാരാണ്, സ്വകാര്യ സ്വത്തില്ല. അപ്പം അവിടെ ഒരു സാമ്പത്തിക വശം കൂടി വരുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെയും നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടുള്ള സന്തുലിതമായിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക കാഴ്ചപ്പാട്, സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും തുല്യ പരിഗണന കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ജനാധിപത്യ സോഷ്യലിസത്തെ പറ്റി പറയുന്നത്. അപ്പം ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ അധ്വാന വർഗ സിദ്ധാന്തത്തിലേക്ക്, നമ്മൾ ആദ്യം പറഞ്ഞ അധ്വാന വർഗ സിദ്ധാന്തത്തിലേക്കും വരിക. അപ്പം ഇവയെ പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വിശകലനം, അധ്വാന വർഗ സിദ്ധാന്തത്തെ വിശകലനം ചെയ്യുവാനായിട്ട്. കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ മേഖലയിൽ അഗ്രഗണ്യനായ ഒരാൾ, സാമാന്യേന ആ ഒരു സാമർഥ്യമാണ് മാണി സാറിനെ കുറിച്ച് പൊതുവിലുള്ളത്. അത് ശരിയുമാണ്. പക്ഷെ അദ്ദേഹത്തെ അടുത്തറിയുമ്പോൾ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം ഒരു ഓൾറൗണ്ടറായിരുന്നു. നല്ല സംഘാടകനായിരുന്നു. കേരളത്തിലെ എണ്ണം പറഞ്ഞ പ്രഭാഷകന്മാരിൽ ഒരാളായിരുന്നു. അതുപോലെ തന്നെ നല്ല ഒരു പാർലമെൻറ്റേറിയനായിരുന്നു. അതുപോലെ നല്ല ഒരു ഭരണകർത്താവുമായിരുന്നു. സാധാരണഗതിയിൽ നിയമസഭയിലൊക്കെ പ്രതിപക്ഷത്ത് ശോഭിക്കുന്ന ആളുകൾ മന്ത്രിമാരായാൽ ശോഭിക്കാറില്ല. പക്ഷേ 1975 ഡിസംബർ 26 ആദ്യമായി മന്ത്രിയാവുന്ന അദ്ദേഹം തൊട്ട് അടുത്ത വർഷം 4 മാസത്തിന് ശേഷം അവതരിപ്പിച്ച ആദ്യ ബജറ്റ് അതുതന്നെ കേരളത്തിലെ വലിയൊരു സംഭവമായിരുന്നു. അന്ന് താരതമ്യേന ജൂനിയറായിരുന്ന, പുതുമുഖമായിരുന്ന KM മാണിക്ക് ഈ ധനമന്ത്രി സ്ഥാനം കൊടുത്തത് ധനകാര്യമന്ത്രി സ്ഥാനത്തിന് ഇന്നത്തെ ഗ്ലാമർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ മാണി സാറിൻ്റെ വരവോടുകൂടിയാണ് കേരളത്തിൽ ധനകാര്യമന്ത്രി എന്ന് പറയുന്ന പദവിക്ക് ഇത്രമാത്രം ഗ്ലാമർ കൈവന്നത്. ഇപ്പോൾ ഒരു സൈദ്ധാന്തികൻ എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പിന്നീട് അദ്ദേഹം അവതരിപ്പിച്ച എല്ലാ ബജറ്റുകളിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ധനകാര്യമന്ത്രിയായിരുന്ന ആൾ, ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നയാൾ, ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്നയാൾ, ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായിരുന്ന ആൾ ഒക്കെയായിരുന്നു അദ്ദേഹം.
കേരളം കണ്ട ഏറ്റവും മികച്ച ധനകാര്യമന്ത്രിയായിരുന്നു, ഭാവനാസമ്പന്നനായ ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സംഗതി. സാധാരണ ധനകാര്യമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തനായി ബജറ്റുകൾ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ ബജറ്റുകൾ തയ്യാറാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. ഈ ബജറ്റുകളിലൂടെ എത്രയോ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഒരു ഭരണാധികാരി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രാഗൽഭ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. 1980 ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നയനാർ മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോഴാണ് അദ്ദേഹം കർഷക തൊഴിലാളി പെൻഷൻ ഏർപ്പെടുത്തിയത്. പിന്നീട് 30 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം കർഷകന് പെൻഷൻ ഏർപ്പെടുത്തിയത്. കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. റവന്യൂ ടവറുകളും മിനി സിവിൽ സ്റ്റേഷനുകളും തുടക്കം കുറിച്ച അദ്ദേഹമാണ്. ജലസേചന മന്ത്രിയായിരിക്കുമ്പോൾ സാമൂഹ്യ ജലസേചന പദ്ധതിക്ക് തുടക്കം കുറിച്ചതും അദ്ദേഹം തന്നെയാണ്. ചുരുങ്ങിയ കാലം വിദ്യുച്ഛക്തി മന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിൽ ഒട്ടാകെ അറിയപ്പെട്ട വെളിച്ച വിപ്ലവം. സാധാരണക്കാരനോടുള്ള, പാവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതലിൻ്റെ ആദ്യത്തെ ഒരടയാളമായിരുന്നു വെളിച്ച വിപ്ലവം. വൈദ്യുതി സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന എത്രയോ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളുടെ ഭവനങ്ങളിലാണ് അന്ന് വൈദ്യുതി വെളിച്ചമെത്തിയത്. നൂറുകണക്കിന്, ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ. അതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒട്ടേറെ വൈവിധ്യമാർന്ന ജനോപകാരപ്രദമായ പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. റവന്യൂ മന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഫ്ലഡ് അല്ലെങ്കിൽ ഡ്രോട്ട് ഫണ്ട് ഉപയോഗിച്ച് റോഡുകൾ, ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുന്ന പദ്ധതി ഏർപ്പെടുത്തി. വീണ്ടും ഏറ്റവും അവസാന കാലത്ത് അദ്ദേഹം ഏർപ്പെടുത്തിയ കാരുണ്യ പദ്ധതി, ലോട്ടറിയെ ഒരു ചൂതുകളിയായി കണ്ടിരുന്ന ആളുകളെപ്പോലും അതിൽ നിന്ന് വ്യത്യസ്തമായി ലോട്ടറി സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉപയുക്തമാക്കുന്ന ഒന്നാക്കി ലോട്ടറിയെ മാറ്റി എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ സവിശേഷത. ഗുരുതരമായ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സിക്കാൻ നിർവാഹമില്ലാത്ത ആളുകൾക്ക് അടിയന്തര സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെ ഫണ്ട് അനുവദിച്ച് അവരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു കാരുണ്യ ബെനവലൻ്റ് പദ്ധതി. ജീവകാരുണ്യ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം പകർന്ന, അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ അവസരം കൊടുത്ത ഒരു പദ്ധതിയായിരുന്നു കാരുണ്യ പദ്ധതി. കർഷകർക്ക്, സാധാരണക്കാരായ ആളുകൾക്ക്, ദുർബല ജനവിഭാഗങ്ങൾക്കൊക്കെ ആശ്വാസം എത്തിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ജീവിത സൗകര്യം നൽകുന്ന, ഉണ്ടാക്കി കൊടുക്കുന്ന ഒട്ടേറെ പദ്ധതികൾ മന്ത്രി എന്ന നിലയിൽ, ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടപ്പിലാക്കി. ജലസേചന മന്ത്രി എന്ന നിലയിലും വിദ്യുച്ഛക്തി മന്ത്രി എന്ന നിലയിലുമൊക്കെ അദ്ദേഹം നടപ്പിലാക്കിയ കാര്യവും ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രമാത്രം ജനഹിതം മാനിച്ചിരുന്ന, ജനങ്ങളുടെ വേദനകൾ അടുത്തറിഞ്ഞിരുന്ന, അവർക്ക് ആശ്വാസം പകരാൻ ഉപയുക്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കിയ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അദ്ദേഹം. കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹമെങ്കിലും ആളുകളുടെ ദുഃഖം അദ്ദേഹത്തെ വേദനിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അലിവ് ഉണ്ടാക്കുകയും ചെയ്തു. ഈ മനുഷ്യത്വപരമായ അംശമാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക്, ഇത്തരം ജനക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം ചെന്നെത്തുന്നതിനും അത്തരം പദ്ധതികളുടെ രൂപീകരണത്തിനും ഇടയാക്കിയത്. അപ്പം പ്രഗത്ഭനായ ഭരണാധികാരി, അതിലുപരി പ്രഗത്ഭനായ ധനകാര്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിൻ്റെ വികസന രംഗത്ത്, സാമൂഹ്യക്ഷേമ രംഗത്ത് കേരളം എന്നും കടപ്പെട്ടിരിക്കുന്ന വലിയ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു, വലിയൊരു മനുഷ്യനായിരുന്നു, വലിയൊരു നേതാവായിരുന്നു മാണി സാർ എന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല. 1964 കേരള കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് വിഭജിച്ച് ഉണ്ടായത്, ജന്മം കൊണ്ടത്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടം, ഈ 60-70 കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ രൂപം കൊണ്ടിരുന്നു. തമിഴ്നാട്ടിൽ, തെലുങ്ക് ദേശത്ത്, ആന്ധ്രയിൽ ബംഗാള കോൺഗ്രസ്, ഇങ്ങനെ ഓരോ പ്രദേശത്തും ഇന്ന് നമ്മൾ കേൾക്കാത്ത പല പ്രാദേശിക പാർട്ടികളും അന്നേ രൂപം കൊണ്ടിരുന്നു. പക്ഷേ അന്ന് രൂപം കൊണ്ടിരുന്ന പല പ്രാദേശിക കക്ഷികളും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ DMK ഒക്കെ ഒഴികെയുള്ള
പല പ്രാദേശിക പാർട്ടികളും പിന്നെ അപ്രസക്തമായി വിസ്മൃതിയിലാണ്ടുപോയി. പക്ഷേ ഇന്നും ഏതാണ്ട് 6 ദശാബ്ദക്കാലമായിട്ടും കേരള കോൺഗ്രസ് പ്രസക്തമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിന് കാരണം? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ കേരള കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്ക്, കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന കാഴ്ചപ്പാടുകൾക്ക് പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് അത് തെളിയിക്കുന്നത്. ഇന്ത്യയിൽ രൂപം കൊണ്ട മറ്റ് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്ക് സ്വന്തമായ ഒരു കാഴ്ചപ്പാടോ രാഷ്ട്രീയ അടിത്തറയോ ഉണ്ടായിരുന്നില്ല. വൈകാരികമായ ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ പേരിലോ രൂപീകൃതമായ ആ പാർട്ടികൾ അധികം വൈകാതെ അപ്രസക്തമായി. എന്നാൽ കേരള കോൺഗ്രസ്സിന് ഇങ്ങനെയൊരു ചരിത്രമല്ല പറയാനുള്ളത്. വൈകാരികമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് രൂപം കൊണ്ടതെങ്കിലും ക്രമേണ അതിൻ്റെ അസ്തിത്വം എന്താണ്, അതിൻ്റെ വ്യക്തിത്വം എന്താണ് എന്ന് തിരിച്ചറിയുന്നതിനും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനും ആ അടിസ്ഥാനപരമായ ദർശനത്തെ ആവിഷ്കരിക്കാൻ, അധ്വാനവർഗ സിദ്ധാന്തത്തിലൂടെ ആവിഷ്കരിക്കുവാനും KM മാണി സാറിലൂടെ കേരള കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നിടത്താണ് മറ്റ് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും കേരള കോൺഗ്രസ്സിനെ വ്യത്യസ്തമാക്കുന്നതും ദശാബ്ദങ്ങൾക്കിപ്പുറവും കേരള കോൺഗ്രസ്സിനെ കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തമാക്കുന്നതും. ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, കേരളത്തിൽ മാത്രം പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർക്ക്, അതിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ അല്ലെങ്കിൽ പൊതുജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്താനും മാറ്റങ്ങൾ വരുത്താനും കഴിഞ്ഞിട്ടുണ്ട്. അത് കേരള കോൺഗ്രസ് ഭരണത്തിലായിരുന്ന കാലത്ത്, പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് മാണി സാർ ഭരിച്ചിരുന്ന കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളിലൂടെ, നയങ്ങളിലൂടെയാണത് സാധിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ മാണി സാറ് മുന്നോട്ട് വെച്ച പദ്ധതികൾ, നടപ്പിലാക്കിയ പദ്ധതികൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം ജനവികാരം ഉൾക്കൊള്ളുന്ന, ജനകീയ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു ഭരണകർത്താവിൻ്റെ നൈപുണ്യയുടെ അടയാളമാണ് ഇതൊക്കെ. പ്രതിപക്ഷത്തുള്ള മറ്റ് കക്ഷികളുടെ ആളുകളാണ് ഭരണകക്ഷി ഒഴികെയുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുമ്പ് ഇന്നത്തേക്കാൾ വർദ്ധിച്ച പ്രാധാന്യമാണ് കൈവന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കേരളത്തിൽ കേരള കോൺഗ്രസ് പ്രസക്തമായിരിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാദേശിക കക്ഷികൾ മുഖ്യ കക്ഷികളായി മാറുന്ന, അല്ലെങ്കിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കക്ഷികളായി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂട്ടുകെട്ട് അല്ലെങ്കിൽ അവരുടെ ഐക്യം ഭാവി ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ തീർച്ചയായും സ്വാധീനിക്കും, അതിൻ്റെ ഗതി തിരിച്ചുവിടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ കേരള കോൺഗ്രസിൻ്റെ പ്രസക്തിയും നമ്മൾ ചിന്തിക്കേണ്ടത്.